ഹലോ ചങ്ങന്മാരെ, ഈ ലക്കിനെ കുറിച്ചിട്ട് ഭാഗ്യത്തിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇപ്പൊ ലക്കി ഭാസ്കർ മൂവി ഇറങ്ങിയിട്ടുണ്ട്. ദുൽഖർ ആ സിനിമയിൽ എന്ത് ചെയ്താലും എന്താണ് ഭയങ്കര ഭാഗ്യാണല്ലേ. അപ്പോ ഈ ഭാഗ്യത്തിനെ കുറിച്ചിട്ട് ഡോക്ടർ ജെയിംസ് ഓസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരാള് ലക്കിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആള് പറയുന്നത് വെച്ചെങ്കിൽ 4 ടൈപ്സ് ഓഫ് ലക്കാണ് എല്ലാ ഈ ലോകത്തുള്ളതെന്നാണ് പറഞ്ഞത്. ഇതിൽ ഒന്നാമത്തെയാണ് ബ്ലൈൻഡ് ലക്ക്. നമ്മൾ ഈ അറിയാതെ കിട്ടുന്ന ഭാഗ്യം. അതായത് നമ്മൾ റോഡിലൂടെ നടന്നു, ഈ ഒരു പെട്ടി കാശ് കിട്ടി, നമ്മൾ കാശുകാരായി. അതെന്താണ്? ഒരു ബ്ലൈൻഡ് ലക്കാണ്. ഇനി സെക്കൻഡ് ആണ് ലെക്ക് ബൈ മോഷൻ എന്നുള്ളത്. ഈ ലെക്ക് ബൈ മോഷൻ എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ, ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മമ്മൂട്ടി ഇപ്പോൾ ഫിസിക്കലി ഫിറ്റ് ആണ്, ഭയങ്കര യങ് ആയിട്ട് തോന്നുന്നുണ്ട്, അയാൾ ഇത്ര വയസ്സായിട്ടും. അത് അയാളുടെ ഒരു ലെക്കല്ല, അയാൾ ചെയ്ത ഡയറ്റിന്റെയും വർക്കൗട്ടിനും ആ മോഷന്റെ റിസൾട്ട് ആണെന്നാണ് പറയുന്നത്. പിന്നെ തേർഡ് ആണ് ലെക്ക് ബൈ അവയർനെസ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അവയർനെസ് ഇപ്പൊ ഈ മൂവീത്ത് പറയുകയാണെങ്കിൽ അർഷദ് മേത്ത ഏത് ഷെയർ ആണ് പമ്പ് ചെയ്യാൻ പോകുന്നുള്ള ദുൽഖർ മുൻകൂട്ടി അറിഞ്ഞതും എപ്പോഴാണ് വെക്കുന്ന അറിഞ്ഞുകൊണ്ടും ആ അവയർനെസിന്റെ പുറത്ത് കാശ് ഉണ്ടാക്കുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോലിന്റെ കേസ്. ഇപ്പൊ ഞാൻ സ്റ്റുഡന്റ് പറഞ്ഞാൽ ഇന്ന കമ്പനിയിൽ 1,00,000 രൂപ സാലറിയുള്ള ജോബ് ഉണ്ട്, ആ കുട്ടി അത് അപ്ലൈ ചെയ്ത് കിട്ടി. അതൊരു അവയർനെസിന്റെ ഭാഗമായിട്ടല്ലേ ഇങ്ങനെ ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ സക്സസ് ആവുന്നതാണ് ലെക്ക് ബൈ അവയർനെസ്. ദെൻ ലാസ്റ്റത്തെയാണ് ലെക്ക് ബൈ യുണീക്നെസ്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനോ, മെസ്സി, വിരാട് കോഹ്ലി, ഇവരൊക്കെ ഇവരെ രീതിക്ക്, അല്ലെങ്കിൽ ഇവരെ മ്യൂസീഷ്യൻ ആയിക്കോട്ടെ, ഇവരൊക്കെ ഇവരുടെ രീതിക്കുള്ള ഒരു യുണീക്നെസ് ഉണ്ടാവും. ഈ യുണീക്നെസ് ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലൈഫിൽ സക്സീഡ് ചെയ്യുന്നതാണ് ലെക്ക് ബൈ യുണീക്നെസ് എന്നുള്ളത്. ഏതൊരാൾ ലൈഫിൽ സക്സീഡ് ആയാലും ഈ 4 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ടാക്കാരെന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങളെ തോട്ട്? കമന്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.